ഇന്ത്യയിൽ വെറും 20 ആളുകൾക്ക് മാത്രം വാങ്ങാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ മിനി കൂപ്പർ പുറത്തിറക്കിയിരിക്കുകയാണ്. അതാണ് മിനി കൂപ്പർ വിക്ടറി എഡിഷൻ. സാധാരണ മിനി കൂപ്പറിൽ നിന്ന് കുറച്ചധികം കോസ്മെറ്റിക് ചേഞ്ചുകൾ വരുത്തിയിട്ടാണ് ഈ മോഡലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിക്ടറി എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1965 മോണ്ടെ കാർലോ റാലിയിൽ മിനി വിൻ ചെയ്തത് ഒരു മിനി കൂപ്പർ എസ് വെച്ചിട്ടായിരുന്നു. ആ മിനി കൂപ്പറിൻ്റെ ലെഗസിയെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ട്രിബ്യൂട്ട് ആയിട്ടാണ് ശരിക്കും വിക്ടറി എഡിഷന് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേ എലമെൻറ്റുകളാണ് ഈ വാഹനത്തിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിനെയും ആഡ് ചെയ്തിട്ടുണ്ടെന്നതാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, മിനി കൂപ്പർ എസിൻ്റെ JCW, അതായത് ജോൺ കൂപ്പർ വർക്സിൻ്റെ ചില എലമെൻറ്റുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ മിനി കൂപ്പർ എസും JCWയും വിക്ടറി എഡിഷനും മോണ്ടെ കാർലോയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മോഡലാണ് ആക്ച്വലി ഇത് വെറും 20 പീസ് മാത്രമേ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയുള്ളൂ. ഇന്റർനാഷണലിയും ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പീസാണ് എന്നുള്ളതാണ്. കാണുന്ന സമയത്തുള്ള ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു റെഡ് കളർ, ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഡ്യുവൽ ടോണിനകത്താണ് വരുന്നത്. ഈ റെഡ് കളർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ JCWനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റെഡ് കളർ ഒരു ഹൈലൈറ്റ് ആണ്. ഇനി ഈ ഒരു ഹുഡ് ഡീറ്റെയിൽസിലേക്ക് വരാം. ഹുഡ് ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് AJB44B എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി അന്ന് മോണ്ടെ കാർലോ റാലി വിൻ ചെയ്ത കൂപ്പർ എസിൻ്റെ നമ്പറാണ് എന്നുള്ളതാണ്. സോ അതവിടെ കാണാൻ പറ്റും. ഇനി ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ JCW ഗ്രില്ലാണ്. അതിനകത്ത് ജോൺ കൂപ്പർ വർക്ക്സ് എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് കാര്യങ്ങളൊക്കെ കാണാം. ഗ്രില്ലിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അഡാസിൻ്റെ ഭാഗവും നമുക്കിവിടെ കാണാം. സെൻസേഴ്സും ക്യാമറ മോഡലും ഉണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ. ആ ഒരു ബ്ലാക്ക് തീം എവിടെയൊക്കെ കാണുന്നു അതൊക്കെ JCWൻ്റെ ഭാഗമാണ്. പിന്നെ റൗണ്ട് ആയിട്ടുള്ള LED ഹെഡ് ലാമ്പ്, റൗണ്ട് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, മിനി കൂപ്പറിൻ്റെ DNA അതേപോലെ തന്നെയുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴും മിനി കൂപ്പറിൻ്റെ DNAയും ആ ഒരു സൈസും എലമെൻറ്റുകളും ഒക്കെ സെയിം ആണ്. പക്ഷേ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കി തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലാണ്. ആക്ച്വലി ഇത് 18 ഇഞ്ച് വീലുകളാണ്. പക്ഷേ ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനീൻ്റെ ലോഗോ ഉണ്ടോ, നമ്മൾ റോൾസ് റോയ്സിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണത്. ഇത് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറങ്ങും. ഒപ്പം എങ്ങനെ കറക്കിയാലും മിനി എന്ന് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ അത് വന്ന് നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. റോൾസ് റോയ്സ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബോൾ ബെയറിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് ഭയങ്കര അല്ലേ, അതുതന്നെയാണ് ഇതിനകത്തും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവർ കുടുംബക്കാരാണല്ലോ, ഈസിലി അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഡിസ്ക് ബ്രേക്കാണ്. അതിനകത്ത് തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സിനകത്തും JCWൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടി സ്പോക്ക് രസമുണ്ടല്ലേ. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 52 ഐക്കോണിക് റേസിംഗ് നമ്പർ, അതിൻ്റെ ഒരു ഹൈലൈറ്റും കാണാം. അത് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി റെഡിനകത്ത് ഒരു വൈറ്റ് ലെറ്ററിങ് നല്ല ഭംഗിയുണ്ട്. ആ ഹുഡ് ഡീറ്റെയിൽസ് പോലെ തന്നെ ആ ഒരു തീം മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആയിട്ട് വരുന്നത് JCW എലമെൻറ്റുകളാണ്. ഇനി പില്ലറിലേക്ക് വരുന്ന സമയത്ത് 1965 എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. അന്നാണ് നമ്മൾ റാലി ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ പാസഞ്ചർ സൈഡിലെ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്ലേറ്റ് കാണാം. ആക്ച്വലി ഒരു സ്റ്റിക്കറാണ്. അതിനകത്ത് മോണ്ടെ കാർലോ 1965 എന്ന് പറയുന്ന ആ ഒരു റേസിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിൻ ചെയ്ത ഡ്രൈവറുടെ പേരും. ഇതെങ്ങനെ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കിനൻ ടിമോ ഈസ്റ്റർ പോളും ടിമോവും കറക്റ്റാണ്. പക്ഷേ മാക്കിനിൻ്റെ മുകളിൽ 2 കുത്തുള്ളതുകൊണ്ട്, അതായത് എൻ്റെ മുകളിൽ 2 കുത്തുള്ളതുകൊണ്ട് പ്രൊണൗൺസിയേഷൻ ചിലപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. BMC മിനി കൂപ്പർ എസ് എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ നമ്പറായിരുന്നു AJB44B. ആ ഒരു ഹൈലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സില്ലിലേക്ക് വന്നു കഴിഞ്ഞാലും 1965 വിക്ടറി എഡിഷൻ എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൻ്റെ കോമ്പിനേഷനും അതിനകത്ത് ഒരു വൈറ്റ് ലെറ്ററിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതാണ് സൈഡിലത്തെ ഹൈലൈറ്റുകൾ. ഇനി ബാക്കിലേക്ക് വരാം. 1965 വിക്ടറി എഡിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഇത് ആക്ച്വലി നമ്മുടെ ഹുഡിൽ കണ്ട ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇങ്ങോട്ട്. അത് ഇവിടെയും കാണാം കേട്ടോ. ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ എവിടെയും കാണാം. അതേപോലെ ഫ്രണ്ടിൽ നിന്ന് അതിങ്ങനെ കയറി വരുന്നുണ്ട്. സൺറൂഫിൻ്റെ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് എന്നുള്ളതാണ്. സ്പോയിലറിലേക്ക് വരാം. JCW സ്പോയിലറാണ്. വൈപ്പർ കൊടുത്തിട്ടുണ്ട്. മിനിൻ്റെ ലോഗോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് JCW. പിന്നെ വേറെ കാര്യം പറയും, JCW ഉള്ളതും ഇതിനകത്ത് ഇല്ലാത്തതും 2 കാര്യങ്ങളാണ്. ഒന്ന് എൻജിൻ. ഇതിൻ്റെ എൻജിൻ സാധാരണ മിനി കൂപ്പർ എൻജിൻ തന്നെയാണ്, അതായത് JCW എൻജിനല്ല. രണ്ടാമത്തത് വിസിബിൾ എക്സോസ്റ്റ്, അതും ഇതിനകത്ത് മിസ്സിംഗ് ആണ്. സാധാരണഗതിയിൽ JCW ആവുന്ന സമയത്ത് കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടും കുറച്ചും കൂടി പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് പൈപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ആക്ച്വലി ഇതിനകത്ത് മിസ്സിംഗ് ആണ്. പക്ഷേ ബ്ലാക്കഡ് ആയിട്ടുള്ള ഡിഫ്യൂസേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റിയർ ക്യാമറ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ആക്സറീസ് പാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കൺഫ്യൂഷനാണ്. ബട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ സാധാരണ ഒരു മിനി പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. യെസ്. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുന്ന സമയത്ത് സാധാരണ മിനിന്നും JCW എന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഫുള്ളി ബ്ലാക്കഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് എന്നുള്ളതാണ്. സാധാരണ ഇതിൽ അങ്ങനെ ഫുൾ ബ്ലാക്കഡ് ലെതർ സീറ്റുകൾ വരാറില്ല എന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. മെമ്മറി ഫംഗ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്നൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അകത്തേക്ക് കയറിയിരിക്കാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 1965 എന്ന് പറയുന്നൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതുപോലെ ഈ ഒരു മെറ്റീരിയലൊക്കെ ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.
റൗണ്ട് എലമെന്റുകൾ നമ്മൾ മിനിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഹെഡ് ലാമ്പ് റൗണ്ടാണ്, ഇത് റൗണ്ടാണ്, ഇത് റൗണ്ടാണ്, സ്റ്റിയറിംഗ് വീൽ റൗണ്ടാണ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം റൗണ്ടാണ്, ബട്ടൺസ് റൗണ്ടാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കാറുണ്ട്. അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇവിടെ കാണാം, ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആ റൗണ്ട്, അത് ഡോർ ഓപ്പണിംഗ് ആണ്. ഇതിനകത്ത് കാണിക്കുന്ന റെഡ് കളറാട്ടോ നോക്കൂ, കാരണം ഇത് ഈ ഒറ്റ എഡിഷനകത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ആ ഫാബ്രിക് മെറ്റീരിയൽ, ഒരു ലെതർ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെയും 1965 എന്നാണ്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സൺ റൂഫ്, ഷെയ്ഡ് ഒക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയ പേഴ്സണൽ ചോയ്സാണ്, ഇതിൻ്റെ ബട്ടൺസ്. ആക്ച്വലി ഈ ബട്ടൺസ് ഇപ്പോൾ പുതിയ മിനിക്കൊക്കെ ഇതാണ് വരുന്നത്, പക്ഷേ പഴയ ബട്ടൺസാണ് കുറച്ചും കൂടി കൂടുതൽ ഫീൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ തന്നെ ഞാൻ എൻജിൻ ബേ ഒന്ന് തുറന്ന് കാണിക്കാം. ഇനി നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 204 ഹോഴ്സ് പവറും 300 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കും. വേറൊരു കാര്യം കൂടി ഓർത്ത് നോക്കുക, ഇത് EV-കകത്തും അവൈലബിൾ ആണ്. അതായത് കോസ്മെറ്റിക് ചേഞ്ചുകളാണ് പ്രധാനമായിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പം സ്വാഭാവികമായിട്ടും EV-കകത്തും ഇറക്കാം. ഏകദേശം ഒരു 55-60 ആ പ്രൈസിനകത്താണ് ഇത് വരിക. അപ്പോൾ ആർക്കെങ്കിലും വെരി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മിനി കൂപ്പർ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ EVMനെ ബന്ധപ്പെടാം. അവരുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ട്, അവിടെ നിർത്തിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ മിനി കൂപ്പർ ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്, കുറേ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ളൊരു കോമ്പാക്റ്റ് വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മിനി അല്ലാതെ വേറെ ചോയ്സ് നിലവിൽ ഇത്രയും സക്സസ് ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സോ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് കുറച്ചും കൂടി യുണീക്ക് ആവണം, മറ്റാരടുത്തും ഇല്ലാത്തൊരു മോഡലായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സോ താങ്ക്സ് ടു EVM, താങ്ക്സ് ടു അർജുൻ സാർ, നമുക്ക് ഇതിനുള്ള വീഡിയോ ചെയ്യാനുള്ള ഫെസിലിറ്റി സപ്പോർട്ടൊക്കെ തന്നതിന്. അപ്പോൾ ഇതാണ് മിനി കൂപ്പറിൻ്റെ വിക്ടറി എഡിഷൻ എന്ന് പറയുന്ന